ആമുഖമായിട്ട് എനിക്ക് MGO-CSMുമായുള്ള ബന്ധത്തെപ്പറ്റി ഒന്ന് രണ്ട് വാക്ക് പറയണമെന്നുണ്ട്. MGO-CSM ഒരു 10-45 വർഷം മുമ്പ് ഞാൻ MD ഹോസ്റ്റലിൽ ഒരു ഇൻമേറ്റായിരുന്നു. കോട്ടയം MD ഹോസ്റ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. MGO-CSMൻ്റെ ഹെഡ് ക്വാർട്ടറാണ്, അന്നും ആയിരുന്നു. ഇതാകുന്നതിന് മുമ്പും ബിൽഡിങ് വരുന്നതിന് മുമ്പും അത് MGO-CSMൻ്റെ ഹെഡ് ക്വാർട്ടറായിട്ട് കുറേ വർഷം ഇരുന്നതാണ്. ഞാൻ അന്ന് അവിടെ ഇൻമേറ്റായിട്ടിരിക്കുമ്പോൾ, അവിടെ CMSC പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് ഒരു ചെറിയാനച്ചൻ വാർഡനും വേറൊരു ചെറിയാനച്ചൻ അസിസ്റ്റൻറ്റ് വാർഡനുമായിരുന്നു. രണ്ടാമത്തെ അസിസ്റ്റൻറ്റ് വാർഡനായിരുന്ന ചെറിയാൻ ചെമ്മാച്ചൻ അന്ന്, പിന്നെ അച്ഛനായി തേഫലോസ് തിരുമേനിയായി മലബാറിലുണ്ടായിരുന്നു. എന്നെ കാണാൻ പഞ്ചാബിൽ അദ്ദേഹം പറഞ്ഞു, വാഗാ ബോർഡർ റിട്രീറ്റ് കാണണം, ഹുസൈനിവാല കാണണം. 3 റിട്രീറ്റ് ഉണ്ട് പഞ്ചാബിൽ, അത് 3ഉം കാണണം. ഗംഗാനഗറും കാണണമെന്നുണ്ട്. ഞാൻ അതിനുള്ള സൗകര്യം ഒപ്പിച്ചു. എന്നോട് എൻ്റെ അമൃത്സറിലെ ഗസ്റ്റ് ഹൗസിൽ, പിന്നെ ഫിറോസ്പൂരിലെ ഗസ്റ്റ് ഹൗസിൽ, അബോറിൽ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ, ഇവിടെ എല്ലാം താമസ സൗകര്യം. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു എൻഡ്യൂറേജ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് എൻഡ്യൂറേജും കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ അദ്ദേഹം അവിടെ വന്നു. അന്നത്തെ ഒരു ചെറിയ ബന്ധമാണ് ചെമ്മാച്ചനും ഒരു സ്റ്റുഡൻറ്റും ആയിട്ടുള്ള ബന്ധം. MGO-CSMൻ്റെ ആ ചരിത്രത്തെപ്പറ്റി, MD ഹോസ്റ്റലിനെ പറ്റി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും MGO-CSMൻ്റെ സ്റ്റുഡൻസാണ് ഇവിടെ ഇരിക്കുന്നത്. If I start speaking about MGO-CSM, which is much known to you, it is like talking to a PhD student about what physics is, if she has or he has done it. പരിശുദ്ധ പരമല തിരുമേനിയെ പറ്റി ആമുഖമായിട്ട് അതും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുമേനി ഇവിടെ വന്നപ്പോൾ എൻ്റെ കർത്തവ്യത്തെപ്പറ്റി പറഞ്ഞു, ഡ്രഗ്സിനെ പറ്റി സംസാരിക്കണമെന്ന്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, ഞാൻ കണ്ട കാഴ്ചകൾ അത് വിശദീകരിച്ച് തരുമ്പോൾ, ഒരു ചെറിയ സ്റ്റോറിയിൽ കൂടെ വിശദീകരിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരിക്കും. ദാറ്റ് ഇസ് വൈ ഹി ആസ്ക്ഡ് മീ ടു സ്പീക്ക് അബൌട്ട് ദ ഡ്രഗ് അബ്യൂസ്, സബ്സ്റ്റാൻസ് അബ്യൂസ്. അതിനു മുമ്പ് ഒരു സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പം മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ, ഇവിടെ കൊണ്ടുവരും. ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ്, പരീക്ഷ കഴിയുമ്പോൾ, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയൊക്കെ കഴിഞ്ഞ് PGയുടെ സമയത്താണ് ഞാൻ ഈ UPSCയുടെ എക്സാം കൊടുക്കുന്നതും. പിന്നെ പോലീസ് സർവീസിൽ അന്ന് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായിട്ടാണ് സെൻട്രൽ പോലീസ് സർവീസിൽ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, ഇൻ്റർവ്യൂ എഴുതാൻ പോകുമ്പോൾ, മെഡിക്കലിന് പോകുമ്പോൾ ഓരോ ഘട്ടമായിട്ടാണ്. ഈ ഓരോ സമയത്തും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥന ഏറ്റുവാങ്ങുവാനും ബ്ലെസ്സിങ്സ് ചോദിച്ച് പരിശുദ്ധൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു കൊണ്ടുപോയി. ഒരു വിശ്വാസമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പരിശുദ്ധൻ്റെ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇന്നേ നാഴിക വരെ നടന്നിട്ടുമുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ്. പലർക്കും അങ്ങനെ ആകണമെന്നില്ല, എൻ്റെ വിശ്വാസമാണ്. എനിക്ക് 3 ടേനിയർ കാശ്മീരിലുണ്ടായിരുന്നു, പീക്ക് മിലിറ്റൻസിയിൽ. ഒന്ന് നിങ്ങൾക്കറിയാൻ പോലും പറ്റും, ബാന്ദിപ്പൂർ നീരു ഹൈറ്റ്സിൽ. 2 സോപ്പൂർ എന്ന് പറഞ്ഞ ഒരു സമയത്ത് ലിബറേറ്റഡ് സോണ് പാകിസ്ഥാനിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ വൈഫിനെ അവിടെ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു അവരും കാണണം ഇവരുടെ ഹസ്ബൻഡ്സ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള അപകടത്തെയാണ് തരണം ചെയ്യുന്നത്. കാരണം തോക്ക് തലയുടെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ തലയുടെ അടിയിൽ വെച്ചാണ് കിടന്നുറങ്ങേണ്ടത്. ഒരു വെടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതും പിടിച്ച് ആദ്യം കൈ പോകുന്നത് അതിലോട്ടായിരിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ പോകുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ളൊരു ശക്തി, ഒരു കോൺഫിഡൻസ്, നമുക്കൊരു വിശ്വാസം, അത് ആർജിക്കുവാൻ വേണ്ടിയായിരിക്കും ഇവിടെ വരുന്നത്. നമുക്ക് മനസ്സിലെപ്പോഴും നിൽക്കും നമ്മുടെ ഈ അനുഗ്രഹം, പരിശുദ്ധൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ. പരമല തിരുമേനുള്ളൊരു ബന്ധം അതാണ്. ഒരു ബന്ധം, ഒരു വളരെ ഗാഢമായ, ഒരൊറ്റ അവധി പോലും ഇല്ല 1-2 പ്രാവശ്യം ഈ കബറിടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാതെ പോയിട്ടുള്ളത്. ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഞാൻ വിചാരിച്ചത് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചില്ലെങ്കിൽ, തിരുമേനി പറഞ്ഞ പോലെ പള്ളിയിൽ പോവും, കുർബാനയ്ക്ക് ഏർപ്പെടും, ആൾക്കാരെ ഡെയിലി കാണും, ഇൻട്രാക്ട് ചെയ്യും. അവരുടെ എന്തെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ ഓൾവേസ് ട്രൈ ടു ഡൂ ദാറ്റ്. തിരുമേനി ഇവിടെ വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു ഡ്രഗ്സിനെ പറ്റി, ഡ്രഗ് അബ്യൂസിനെ പറ്റി, ആൻറ്റി ഡ്രഗ് അബ്യൂസ് ഡേ ഒക്കെ കടന്നുപോയി, അതിനെപ്പറ്റി പറയണം. ഡ്രഗ് അബ്യൂസിനെ പറ്റി പറയുമ്പോൾ സാധാരണഗതി നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു 2 ഗ്രാം അല്ലെ 5 ഗ്രാം കഞ്ചാവ് വെച്ചിട്ട് കഞ്ചാവ് വലിക്കുന്നൊരു വ്യക്തിയെ പറ്റിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സ്, അത് ഡമാഡോളാകാം, LCD, ഏതെങ്കിലും സ്റ്റിമുലേറ്റിംഗ് ഡിവൈസ്, LCD എന്തെങ്കിലും ആകാം, LSDs ഏതെങ്കിലും ടൈപ്പിലുള്ളതാകാം, ഓപ്പിയോയിഡ്സ് ആകാം, കാനബീസ് ആകാം, ആൽക്കഹോൾസ് ആകാം. നമ്മൾ വരുന്നൊരു ചെറിയ അബ്യൂസിനെ പറ്റിയാണ് നമ്മൾ ധരിക്കുന്നത്. ഞാൻ പഞ്ചാബിൽ 2016 അബോർ സെക്ടറിൻ്റെ കമാൻഡറായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഫിറോസ്പൂർ സെക്ടറിൻ്റെയും ചാർജുണ്ട്, അഡീഷണൽ ചാർജുണ്ട്. ഏകദേശം 10 ബറ്റാലിയൻ എൻ്റെ കീഴിലുണ്ടായിരുന്നു. ഒരു 350-400 കിലോമീറ്റർ
ലെങ്ത് ഓഫ് ബോർഡർ, 50 കിലോമീറ്റർ. അന്ന് 25 കിലോമീറ്റർ ബ്രെഡ്ത്ത് ആയിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 50 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ആയി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്തു ഇത്രയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ജൂറിസ്ഡിക്ഷൻ കൊടുക്കേണ്ട ആവശ്യമാണ്. കാരണം അതുപോലെ ഡ്രഗ്സ് കസ്റ്റം ആക്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ BSFന് 50 കിലോമീറ്ററിനകത്ത് വരണം, അല്ലെങ്കിൽ പോലീസുകാർ ഒബ്ജക്റ്റ് ചെയ്യും. കസ്റ്റം ആക്ട്, പാസ്പോർട്ട് എൻട്രി ആക്ട്, പാസ്പോർട്ട് ആക്ട്, പിന്നെ NDPS ആക്ട്, ഇതിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂറിസ്ഡിക്ഷൻ വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ അത് 15-20 കിലോമീറ്റർ ഉണ്ടായിരുന്ന ബോർഡർ ഇപ്പോൾ 50 കിലോമീറ്റർ ബ്രെഡ്ത്തും ഏകദേശം ഈ പറഞ്ഞ ലെങ്തുമാണ് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നിങ്ങൾ കണ്ടു കാണുന്നത്, യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് ഫിലിം, ഉഡ്ത്തെ പഞ്ചാബ് എന്ന് പറയും ഹിന്ദി ഫിലിം ആ സമയത്ത് വന്നു, ഉഡ്ത്തെ പഞ്ചാബ്. അത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 80-90% ഒരു സ്റ്റോറി ബേസ്ഡ് ആണത്. ആ ഫിലിം ഈ ഡ്രഗ് അബ്യൂസിനെ പറ്റിയുള്ള ഫിലിമാണ്. പ്രത്യേകിച്ച് പഞ്ചാബിൻ്റെ ഗ്രാമങ്ങളിലും ടൗൺഷിപ്പിലും പഞ്ചാബിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ പറ്റിയും ഡ്രഗ് അബ്യൂസിൽ ഗ്രസിച്ച് ജീവിതം തന്നെ നശിച്ചു പോയ കുറേ ഫാമിലികളെ പറ്റിയുള്ളൊരു കഥയാണത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അഡിക്ഷൻ സെൻറ്റേഴ്സും പഞ്ചാബിൽ കുറേ അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ഇപ്പോഴും ഉണ്ട്. പിന്നെ കുറേ ഹോസ്പിറ്റലും ഈ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരെയാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ് കൂടുതലും, മറ്റുള്ളവരും എടുക്കാമായിരിക്കാം ഇത്. ഇവരെ പോയി കാണുകയും ഇവരുടെ അവസ്ഥ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വ്യസനം തോന്നുന്ന അവസ്ഥയാണ് ഈ കുട്ടികളുടെ. ഇത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒരു രസത്തിന് വേണ്ടി ഇതിനെ ടച്ച് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഈ ന്യൂറോ റിസപ്റ്റേഴ്സിൽ പോയി എംബഡായിട്ട് ഇത് മാടി വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി, ബ്ലഡിലെ ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ, അല്ലെ ന്യൂറോ റിസപ്റ്റേഴ്സിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യത്തിനുള്ള പ്രപ്പോർഷൻ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇറ്റ് ഇൻസ്പയർസ് യു ടു ഹാവ് മോർ ആൻഡ് മോർ ഡ്രഗ്സ്. ഒരു ഗ്രാമിൻ്റെ 100-1 അല്ലെ 1000-1 ഒരു അംശത്തിൽ നിന്ന് തുടങ്ങി വ്യക്തികൾ ഗ്രാം വരെ ഹീറോയിൻ എടുക്കുന്നൊരവസ്ഥ ഞാൻ കണ്ടവിടെ. ഇതില്ലാതെ അലറി വിളിക്കുന്ന കുട്ടികളും ഭ്രാന്ത് കളിക്കുന്ന അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു, വളരെ കഠിനമായിട്ടുള്ള തീരുമാനം. കാരണം എൻ്റെ ബോർഡർ പ്രത്യേകിച്ച് ഇവരെ ഓപ്പറേറ്റീവ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് രാത്രി സമയങ്ങളിലാണ്. പകല് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്ന് ഫിസിക്കലായിട്ടും മാനുവലായിട്ടും ഇത് ട്രാൻസ്പോർട്ട് ചെയ്തേ പറ്റൂ. പാകിസ്ഥാൻ ഒരു ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ട്, ISI എന്ന് പറയുന്ന മിലിറ്ററി ഇൻ്റലിജൻസ് ഏജൻസി, ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് എന്നും പറഞ്ഞ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ ഓപ്പറേറ്റീവ്സിൻ്റെ അൺബഡ്ജറ്റഡ് ഒരു സംഘടനയായത്. നിങ്ങൾ ലോകത്തിൽ കേട്ടുകഴിവില്ല ഒരു സംഘടന. നമുക്ക് ഇന്ത്യക്കകത്തും ഒരുപാട് സംഘടനകളുണ്ട്. ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവ്സ് ഉണ്ട്, മേജർ ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവ്സ് IBR and W അതുപോലുള്ള സംഘടനകൾ. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനും ഇൻ്റലിജൻസ് ഏജൻസീസ് ഉണ്ട്. ഇവരൊന്നും ഫണ്ടിങ് ഇല്ലാതെ ഒരു സംഘടനയ്ക്കും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ISIക്ക് ഫണ്ടിങ് വേണ്ട. ISIക്ക് ഫണ്ടിങ് വേണ്ടാത്ത കാര്യം നിങ്ങൾ സ്വാട്ട് വാലിയെ പറ്റി കേട്ട് കാണും. I am Malala, the youngest Nobel laureate. You must have heard about it. At least the girls would have heard about it. I am Malala എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായി. വെടിയേറ്റു, പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് നല്ല നിർബന്ധം പിടിച്ചതിന് വെടി കേൾക്കേണ്ടി വന്നു. ഒരു സൈഡ് കൂടിയിരിക്കുകയാണ് ആ കുട്ടി. പിന്നെ ഒരു ബുക്ക് എഴുതി. ആ കുട്ടിക്ക് ദി യങ്ങസ്റ്റ് നോബൽ ലോറിയറ്റാണ് പീസിൻ്റെ. നിങ്ങൾക്ക് അതറിയാമായിരിക്കും. അവരുടെ സ്വാട്ട് വാലി എന്നാണ് ശരിക്കും പറഞ്ഞാൽ മലാല വരുന്നത്. ഈ സ്വാട്ട് വാലി ഓപ്പിയോയിഡ്സിൻ്റെ പ്രൊഡക്ഷന് വളരെ പറ്റിയ ക്ലൈമറ്റും പറ്റിയ സോയിൽ കണ്ടീഷനുമാണ്. അതുകൂടാതെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ്, പാകിസ്ഥാൻ്റെ 4ാമത്തെ ഫ്രോണ്ടിയർ, ബലൂചിസ്ഥാൻ, സിന്ധ്, പഞ്ചാബ് ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ 4 പ്രോവിൻസാണ് ഉള്ളത് വെസ്റ്റേൺ ഇപ്പോഴത്തെ പാകിസ്ഥാന്. ഈ പ്രോവിൻസും ഇതിന് പറ്റിയ ക്ലൈമറ്റാണ്. വാരി വെതറിയാൽ ഇതിൻ്റെ വിത്തുകൾ അവിടെ തന്നെത്താൻ മുളച്ചോളും, തന്നെത്താൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതൊന്ന് പ്രോസസ്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇത് പ്രോസസ്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ചിലവേ ഉണ്ടാകത്തുള്ളൂ. ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ഒന്നും ചിലവില്ല. പക്ഷേ ഈ ഓപ്പിയോയിഡ്സ് അതിൽ നിന്ന് ഉണ്ടാകുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്ന ഹീറോയിൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കുക. ഇത് 1 കിലോ ഹീറോയിൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ടാർഗറ്റ് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വില ഏകദേശം 5 കോടി രൂപയാണ്. 5 കോടി രൂപയാണ് അതിൻ്റെ ടാർഗറ്റ് ഏരിയ. ഗോൾഡൻ ട്രയാങ്കിൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്ത പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ബോർഡർ ക്രോസ് ചെയ്യാൻ ഏകദേശം 50 lakh rupees സെയിലാകുന്നത്. ഇത് 1 കിലോ 1000 ഗ്രാം 50 lakh rupees. അപ്പം ഇതൊരു അട്രാക്ഷനാണ്. ഇത് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, പലർക്കും ഇത് അറിയത്ത് പോലും ഇതിൻ്റെ വൈഷമ്യത എന്തുവാണെന്ന്. പക്ഷേ പാകിസ്ഥാൻ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ, ഒന്ന് പൈസ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ISI മിലിറ്ററിയും കൂടെ ചേർന്നാണ് പാകിസ്ഥാനി.
2, ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ അവരുടെ ബഡ്ജറ്റിങ്, ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിന് ആവശ്യമില്ല, ഫ്രീ ബഡ്ജറ്റ് കാര്യങ്ങൾ നടക്കും. 2, ബാക്കി കുറേ പൈസ അവരുടെ പോക്കറ്റിലും പോകും, ഇവരുടെ ഓഫീസേഴ്സിൻ്റെയും ഇതിനോടനുബന്ധിച്ചുള്ള ആൾക്കാരുടെയും. പിന്നെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ യൂത്ത്. നിങ്ങളെപ്പോലെ സാധാരണ വീട്ടിൽ നിന്നും ഇതുപോലെ പഠിച്ചിന്ന് അവാർഡ് ജേതാക്കളെയൊക്കെ കണ്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഈ കുട്ടികൾ പഠിച്ച് പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. ചിലർ സയൻറ്റിസ്റ്റ് ആകാം, ചിലർ ബിസിനസ് ഹബ്സ് നടത്താം, എക്കണോമിസ്റ്റ് ആകാം, ചിലർ ഉന്നത നിലവാരത്തിലുള്ള പൊളിറ്റീഷ്യൻസ് ആകാം, ബ്യൂറോക്രാറ്റ്സ് ആകാം, ഡോക്ടേഴ്സ് ആകാം, എഞ്ചിനീയേഴ്സ് ആകാം. ഇതിനൊക്കെ ഉള്ള കഴിവുള്ള കുട്ടികളാണ് അവരൊക്കെ. കണ്ടു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ചുണക്കുട്ടികളെ. ഇത് ഈ ഡ്രഗിന് അഡിക്ഷനായി ഒരു തലമുറ. യു ഡോണ്ട് നീഡ് ടു യൂസ് ദി ന്യൂക്ലിയർ വെപ്പൺ ദീസ് ഡേയ്സ്, the atom bombs or hydrogen bombs or the nuclear arsenal or the warheads that we call. You need not to use that. It is not required. If you want to destroy a country, you just target the youth. You target the youth with this narcotics. And ഈ നാർക്കോട്ടിക്സ് ഞാനീ പറഞ്ഞ സംഭവങ്ങൾ മുഴുവനാണ്. അതിനകത്ത് ഓപ്പിയോയിഡ് ഉണ്ടാകാം, ഞാനീ പറഞ്ഞ ഹെറോയിൻ, കൊക്കൈൻ ടൈപ്പ്. അതിൻ്റെ അകത്ത് കാനബീസ് ഉണ്ടാകും, കഞ്ചാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറേ ഐറ്റംസ്, നമ്മുടെ ഏരിയയിലൊക്കെ അറിയപ്പെടുന്ന കഞ്ചാവിൽ നിന്ന് കാനബീസിൻ്റെ. ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ എഫക്ട്സ്, ഒന്ന് സെറിബ്രം അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ന്യൂറോൺ റിസപ്റ്റേഴ്സിനെയാണ് ബാധിക്കുന്നതെങ്കിൽ, രണ്ടാമത് നിങ്ങളുടെ നേർവ്സിൻ്റെ റിസപ്റ്റേഴ്സിനെ ബാധിക്കുന്നതാണ്. മൂന്നാമതൊരു സംഭവമുണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ്, കോമൺ ആയിട്ട് അറിയപ്പെടുന്നതാണ്. അതിൻ്റെ അകത്താണ് ഇപ്പോൾ ഈ കേൾക്കുന്ന എല്ലാ ഗുളികകളും അല്ലെങ്കിൽ ഈ LSD പോലുള്ള സംവിധാനം ഇതെല്ലാം സിന്തറ്റിക്കാണ്. ഡാമഡോള്, ഞാൻ എൻ്റെ പേരുകൾ പറയുന്നില്ല, ഒരു ആയിരക്കണക്കിന് പേരുകൾ കിട്ടും ഓരോരോ ടൈപ്പിൽ. MDMA, നമ്മുടെ ഇവിടെ വരുന്ന MDMAs, ഇതൊക്കെ സിന്തറ്റിക് ഡ്രഗ്സാണ്. ഇത് മനുഷ്യൻ ഒരു പ്രാവശ്യം കഴിച്ചതിന് ഇതിന് ഒരു ശകലം പോലും യു വിൽ നോട്ട് ഗെറ്റ് എനി കൈൻഡ് ഓഫ് റിലീഫ് ഫ്രം ഇറ്റ്. യു വിൽ ഓൾവേസ് ബി ഡിമാൻഡിങ് ഇറ്റ്. ഒരു അടുത്ത സമയത്ത് കേരളത്തിൽ നിന്നുള്ളൊരു കഥ വായിക്കാനിടയായി ഇതിനെപ്പറ്റി. ഒരാൾ അവൻ്റെ കൂട്ടുകാരനെ പറ്റി പറഞ്ഞൊരു കഥയാണ്. ഇവരൊന്നിച്ച് പഠിച്ചതാണ്. ഒത്തിരിയും വർഷം കഴിഞ്ഞ് ഈ വ്യക്തിയെ കൊച്ചിയിലെ ബസ് സ്റ്റാൻഡിൽ വെച്ചോ മറ്റോ കാണുന്നവർ. അപ്പോൾ ഈ വ്യക്തി ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മീശയൊക്കെ വല്ലാതായി അവിടെ എച്ചിലൊക്കെ പറ്റിയ ഒരു വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ ഇവൻ ഈ രൂപ സാദൃശ്യം കണ്ട് ഇദ്ദേഹത്തിന് തോന്നി, ദിസ് ഇസ് ദ സെയിം ചാപ്പ് ഹു സ്റ്റഡീഡ് വിത്ത് മീ ആൻഡ് വാട്ട് ഗോൺ ടു IIT. പഠിച്ച സമയത്ത് ആ കോളേജിൽ ഏറ്റവും നന്നായി പഠിച്ച് IITയിൽ അഡ്മിഷൻ മേടിച്ച് IITയിൽ നിന്നൊരു എഞ്ചിനീയറൊക്കെ ആയി പ്ലേസ്മെൻ്റായി ഏറ്റവും വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അപ്പോയിൻമെൻറ്റ് നേടി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നവരെ ഇദ്ദേഹത്തിന് അറിയത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഈ വ്യക്തിയെ കാണുന്ന ഇവിടെ വെച്ചാൽ പോയി ഇദ്ദേഹം ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത്, നിങ്ങൾ അന്ന് നമ്മൾ ഒന്നിച്ച് പഠിച്ച വ്യക്തിയല്ലേ, അപ്പം ഈ വ്യക്തി, ഈ മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ടുള്ള വ്യക്തി ആളിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഈ റെക്കഗ്നൈസ് ഇറ്റ് ആൻഡ് ദെൻ ഹി ടെൽസ് ദാറ്റ് ഐ ആം ദ സെയിം പേഴ്സൺ യു ആർ സോ ആൻഡ് സോ. ഇത്രയും ഓർമ്മയുണ്ട്. ദെൻ ഹി ആസ്ക് ആസ് ടു വാട്ട് ഹാപ്പൻ ടു യു, എന്താണ് സംഭവിച്ചത്, നിങ്ങളിങ്ങനെ ഈ രീതിയിലായത്. നിങ്ങൾ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയൊക്കെ വാങ്ങിച്ച് പോകുന്നിടം വരെയുള്ള വിവരം അറിയാം, അത് കഴിഞ്ഞുള്ള വിവരത്തെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഇദ്ദേഹം പറയുന്നത് ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞ് ഈ ജോലിയൊക്കെ ആയി, ഈ an excellent salary package waiting for him. And then now what happens, in the evening before the job began they had a party. കൂട്ടുകാരെല്ലാം കൂടെ കൂടി. അപ്പം കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഈ പാർട്ടി നടത്തിയപ്പോൾ some of them started smoking something, വീഡ്സ് എന്നൊക്കെ പറയാം, എന്തോ വലിക്കാൻ തുടങ്ങി, എന്തോ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് മാറിയെന്നു, ബിക്കോസ് ദി സ്മോക്ക് ഐ ഹാഡ് നെവർ സ്മോക്ഡ്. സിഗരറ്റ് പോലും, സാധാരണ സിഗരറ്റ് പോലും വലിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി മാറി നിന്നപ്പം അതിലിരുന്ന കുറേ പേര് വെച്ചു, നീ എന്നെ ആണല്ലേ, ബിക്കോസ് ഇഫ് യു വാണ്ട് ടു ചലഞ്ച് സംബഡി യു ജസ്റ്റ് ചലഞ്ച് എ മാൻ വിത്ത് ഹിസ് പൊട്ടൻഷ്യൽ. നീ എന്നെ ആണല്ലേ, കാണ്ട് യു സ്മോക്ക് വൺ പഫ് അറ്റ് ലീസ്റ്റ്. അപ്പോൾ ഇവൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവനെ സൈക്കോളജിക്കലായിട്ട് അഫക്റ്റ് ചെയ്തിട്ട് അവൻ പറഞ്ഞ ഐ ക്യാൻ ടേക്ക് ദി കംപ്ലീറ്റ് സ്മോക്ക്, ദി കംപ്ലീറ്റ് വീഡ് ഐ ക്യാൻ ടേക്ക്. അദ്ദേഹം ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ഒരു എന്തോ സംഭവം വലിച്ചു. നെക്സ്റ്റ് ഡേ ഈ സമയമായപ്പം ഇദ്ദേഹത്തിന് വിത്ത് 1 day സ്മോക്ക് ദിസ് മാൻ നൗ ഫീൽസ് that feeling comes, that urge comes, that I should have one more try. The second day he tries again. രണ്ടാമത്തെ ദിവസം വീണ്ടും ട്രൈ ചെയ്യുന്നു. മൂന്നാമത്തെ ദിവസം ട്രൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല. മൂന്നാമത്തെ ദിവസം തന്നെത്താൻ പോകുന്നു, വാങ്ങിക്കുന്നു, വലിക്കുന്നു. ഇങ്ങനായി ഇദ്ദേഹത്തിന് ആ ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട ജോലിയുടെ ഡേറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഉള്ളൊരു വ്യക്തി എന്നെ പേര് മറന്നു പോകുന്നു. കാരണം ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് തിരുമേനി എന്നെ ഡ്രഗ് അബ്യൂസിനെ പറ്റി ഞാനിത് പ്രിപ്പയർ ചെയ്ത ലിസ്റ്റും കൊണ്ടുവന്നേനെ. ഇദ്ദേഹത്തിന്
അദ്ദേഹത്തിൻ്റെ ജോലി മറന്നു പോകുന്നു, കുടുംബം മറന്നു പോകുന്നു. ഇതിൽ കംപ്ലീറ്റ് ഗ്രസ്തനായി, ഇതിൽ അഡിക്റ്റായി, ഇതിലുള്ള ജീവിതം നയിക്കുന്നു. പൈസ തീർന്നു പോയി കഴിയുമ്പോൾ അവിടെ എവിടെയും തെണ്ടാൻ തുടങ്ങി, കൈ നീട്ടാൻ തുടങ്ങി. ഇതറിഞ്ഞ് വീട്ടുകാർ, അപ്പനും അമ്മയും ഇവനെ ഒരു തരത്തിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണ്ടത്. ഒരു റിട്ടയർഡ് പ്രൊഫസറിൻ്റെ മകനാണ് ഇദ്ദേഹം. അവിടെ കൊണ്ടുപോയിട്ട് കൂട്ടത്തിൽ താമസിപ്പിച്ച് കുറച്ച് ദിവസം ശരിയാകുമെന്നൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. ഇത് വിട്ടുപോകുന്ന ദീസ് ഡേയ്സ് പീപ്പിൾ സേ ഇറ്റ് ഈസ് എ ഡിസീസ്. ഇറ്റ് ഈസ് എ ഡിസീസ് വിച്ച് അഫക്റ്റ് യുവർ റിസെപ്റ്റേഴ്സ്. അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ വീട്ടുകാരാവുന്ന പരിപാടി 58 നോക്കി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഒരു 3-4 മാസം മെനക്കെട്ടു. ഇവന് മാറ്റമൊന്നും വരാത്ത കൊണ്ട് തന്ത അവരുടെ ഇടയിൽ പറയും ഇത് പടിയടിച്ച് പിണ്ണം വെക്കുന്നൊരു പരിപാടിയോ സമ്പ്രദായമുണ്ട്. ഈ പുള്ളിയെ ഇവനെ വെളിയിൽ കളഞ്ഞു. കാരണം വീട്ടിലെ ഒരു പെങ്കൊച്ചുണ്ട്, ഒരു പെങ്ങളുണ്ട് ഇവന്. ഇപ്പോൾ ഇവനെ നിർത്തിക്കഴിഞ്ഞാൽ കൊച്ചിൻ്റെ പോലും കല്യാണം നടക്കത്തില്ല. ഇവനെ വെളിയിൽ കളഞ്ഞു. ഇവൻ അത് കഴിഞ്ഞിട്ട് ഈ തെണ്ടല പരിപാടി. ഇപ്പോൾ ഈ വ്യക്തിയെ ഞാൻ പറഞ്ഞ ഈ കഥയിലെ വ്യക്തി കാണുമ്പോൾ ആ ഒരവസ്ഥയിലാണ്. 2 കൈ നീട്ടി ആരോടെങ്കിലും വല്ലതും വാങ്ങിച്ച് തെണ്ടി വാങ്ങിച്ചിട്ട് കഞ്ചാവിനോടുന്നൊരു വ്യക്തി. അല്ലെങ്കിൽ ഈ ഡ്രഗ് കഞ്ചാവായിരിക്കില്ല, അതെന്തെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സ് ആയിരിക്കും. കഞ്ചാവിന് ഇത്രയും വലിയ അഡിക്ഷൻ കാണില്ല. ഈ സംഭവമാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത്. ഞാൻ അവിടുത്തെ പഞ്ചാബിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിലാണ് ഇത് കയറി പറഞ്ഞത്. പഞ്ചാബിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ നിങ്ങളെ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ സംഭവം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പം ഇവരെ ഏർപ്പാട് ചെയ്യുന്നത് 1-2 ലക്ഷം രൂപ കൊടുത്ത് കരിയേഴ്സ് ഉണ്ട്. ഇവർ ഓപ്പറേറ്റീവ്സ് അല്ല, ദേ ആർ നോട്ട് ഓപ്പറേറ്റിംഗ് ദ ഡ്രഗ് കാർട്ടൽസ്. ഇത് കൊണ്ടുവന്ന വ്യക്തിക്കും ശരിയായിട്ട് അവരോട് പറയും, നിങ്ങൾ ഇത് അവിടം വരെ 100, 150, 200 മീറ്റർ ഓടി കഴിയുമ്പം ഫെൻസ് കിട്ടും. ഫെൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇവരുടെ കോൺടാക്ട്സ് വരും. ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആ ലക്ഷം 1-2 ലക്ഷം രൂപ കിട്ടും. അവർക്കത് വലിയൊരു എമൗണ്ടാണ് ആൾക്കാർക്ക് ബോർഡറിൽ കിടക്കുന്നത്. ഈ 1-2 ലക്ഷം രൂപയ്ക്കാണ് ഇത്രയും വലിയ തോക്കും മറ്റേനെയും മറിച്ചേനെയും അതിജീവിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ടി, കാരണം ഈ അവസ്ഥ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ കുട്ടികളുടെ അവസ്ഥ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിയായ ഹൃദയവേദന തോന്നി. ഉള്ള കാര്യം പറയാം. കാരണം whenever I look at some child, maybe of the age of 18 or 20, 25, I also have children. I see my sons, my daughters' face in them. When I look at any children, particularly into some trouble, whether it is this trouble, into the addiction or some other trouble, doing something, some nonsense, some weird action, or somebody getting involved in some kind of an antisocial activity or an illegal activity, or in any kind of a trouble, നമ്മുടെ കുട്ടികളുടെ തന്നെ മുഖവും നമ്മുടെ കുട്ടികളുടെ വ്യതയുമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ആ പെയിന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് വെച്ച് ഓർപ്പിക്കുന്നത് ശരിയല്ലിത്. സോ ഫിറോസ്പൂരിൻ്റെയും അബോഹറിൻ്റെയും ഏകദേശം 350 കിലോമീറ്റർ ഏരിയ ഞാനൊരു 1.5 വർഷം ഉണ്ടായിരുന്നു. അത് സീൽ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രഗ് മെനൈസിൽ നിന്ന് ഇതിനെ രക്ഷിക്കാൻ, എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് പരിശ്രമം നടത്തി. ഇതിൻ്റെ അകത്ത് കുറേ ചില ഏജൻസികളും ഇൻവോൾവ് ആകും, ചില ഏജൻസികൾക്കകത്തെ ആൾക്കാർ ഇൻവോൾവ് ആകും, നിങ്ങളുടെ തന്നെ ആൾക്കാർ കാരണം സപ്പോർട്ട് ചെയ്യുന്നവർ കാണും. പൈസ ഒരുപാട് ഇൻവോൾവ് ആണ്. ഇതിനെ അമർത്താൻ വേണ്ടി ഫയറിങ് വരെ റിസോർട്ട് ചെയ്ത് പല ആൾക്കാർ എൻകൗണ്ടറിൽ പലരും മരിച്ചു കാണും. കാരണം നമ്മളിത് വേ ഡൗൺ ചെയ്യുമ്പോൾ ഒരു 3, 4, 5 ആൾക്കാർ ഈ എൻകൗണ്ടർ നാച്ചുറൽ എൻകൗണ്ടറാണ്. യു കാൺ സ്റ്റോപ്പ് ദം, ദേ വിൽ ഫയർ അറ്റ് യു. ഈ ഡ്രഗും കൊണ്ട് വരുന്നവൻ വെപ്പണും കൊണ്ടാണ് വരുന്നത്. ഇഫ് സംബഡി ഈസ് ക്യാരിങ് 10 kg heroin, because that is in the international market, it cost about 10 kg cost about 50 crore rupees. അവൻ 1-2 പേരെ തട്ടിയിട്ട് പോയെന്ന് കുഴപ്പമൊന്നുമില്ല. he will use his weapon immediately. he will not wait for any orders. so you have to react accordingly. so ഈ ഒരു സംഭവം കുറേ നാൾ നടന്നു കഴിഞ്ഞപ്പം ആ ഏരിയയിൽ ഒരു 1.5 വർഷക്കാലം ഇച്ചിരൊക്കെ ശാന്തി ഉണ്ടായിരുന്നു. എന്നാലും അവിടെ ഇവിടെ നദിയുടെ ഓരം പറ്റിയും കുഴി മാന്തി ടണൽസ് ഉണ്ടാക്കിയും, സോഫ്റ്റ് സോയിലാണ്, അലൂവിയൽ സോയിൽ ടൈപ്പാണ് പഞ്ചാബിൻ്റെ. അത് ഒരുപാട് കാർഷിക വിളകൾ ഉണ്ടാകുന്ന ഒരു ബോർഡറാണ്. അല്ലെങ്കിൽ പഞ്ചാബിൻ്റെ സസ്യസമൃദ്ധമായിട്ടുള്ളൊരു നാടാണ്. ഇപ്പം അവിടെ കുഴിക്കാനും എളുപ്പമാണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇതാ, കുഴിക്കാൻ എളുപ്പമാണ്. അത് ഇടിഞ്ഞു വീഴാതിരിക്കാൻ പല വെക്കും ഇവർ. എന്നിട്ട് അതിൽ കൂടി ഇത് ഒരിടത്ത് കുഴി തുടങ്ങിക്കഴിഞ്ഞാൽ താഴോട്ട് പോകും, 2-3 അടി താഴെ. സോണോഗ്രാഫി മെഷീൻസ് സൗണ്ട് പിക്കപ്പ് ചെയ്യുന്ന മെഷീൻസ് പിക്കപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി താഴോട്ട് പോകും. ഒരു 3 അടി കഴിഞ്ഞാൽ ഏത് സോണോഗ്രാഫി മെഷീനും ഫെയിലാവും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. ഇപ്പം ലേറ്റസ്റ്റ് നിങ്ങളോട് പറയാം, ഇത് ഹൗ എ കൺട്രി ഈസ് ടാർഗറ്റിംഗ് അനദർ കൺട്രി, ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദീസ് യൂത്ത്. ഇത് യൂത്ത് നമ്മുടെ യൂത്താകാം. ഇത് സൗത്ത് വരെ എത്തി. അടുത്ത സമയത്ത് ഏകദേശം 1000 കിലോ ഹീറോയിനാണ് കൊച്ചി പോർട്ടിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ഡീപ് സീയിൽ, 20 കിലോമീറ്റർ ഡീപ് സീയിൽ കോസ്റ്റ് ഗാർഡും നേവിയും കൂടെ പിടിച്ചത്. 1000 കിലോ ഹീറോയിൻ. യു ജസ്റ്റ് ഇമാജിൻ ദി കോസ്റ്റ് ഓഫ് ഇറ്റ്. ഫോർഗെറ്റ് അബൌട്ട് ദ കോസ്റ്റ്.
Cost is nothing. Whatever you get, what you do, you don't keep it even. You just destroy it after some time. After the due process of law, you just destroy it. It cannot be kept, shan't be kept, because people can make use of it. There are people who get involved in it because it's very difficult to resist the temptation at times. So, ഇത് ഡിസ്ട്രോയ് ചെയ്ത് കളയത്തേ ഉള്ളൂ. കോസ്റ്റ് ഈസ് നത്തിങ്. പക്ഷേ ഇത് ടാർഗറ്റ് ഏരിയയിലെത്തിയാൽ ഈ 1000 കിലോ ഹെറോയിൻ കൊച്ചി പോർട്ടിൽ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, ഏതെങ്കിലും വശത്ത് എത്തിക്കഴിഞ്ഞത് ആരെങ്കിൽ, അല്ലെങ്കിൽ പോർട്ട് വിട്ടിട്ട് ഉൾക്കടലിൽ നിന്ന് ചെറിയ ബോട്ടുകൾ ഇട്ട് ഡിങ്കി ടൈപ്പ് ഇട്ടിട്ട് അതിനെ ഏതെങ്കിലും ഒരു ഓരത്ത് എത്തിച്ചു കഴിഞ്ഞ് ഇത് ഈ കുട്ടികളുടെ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കുട്ടികൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ പറഞ്ഞ പോലെ 1000 പൊട്ടൻഷ്യൽസ് ഉള്ള കുട്ടികളായിരിക്കാം. അവർ നാളെ എന്തുമാകാം. ഇഫ് എ ചൈൽഡ് ഡിസൈഡ്സ് ടു ഡു എനിത്തിങ്, ദേ ക്യാൻ ബിക്കം എനിത്തിങ്. Nobody can stop a child from becoming whatever he or she desires. If she want to enter into the rocket science, she can be there. If she want to be the topmost government leader, he or she can become that. Now that is what is happening all around. But ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയാണ് ഈ നശിപ്പിക്കുന്നത്. ഇത് 2 പ്രാവശ്യം കഴിഞ്ഞ് 3 പ്രാവശ്യം ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുടുംബമില്ല, കൂട്ടാളികളില്ല, സമൂഹമില്ല, ഇവർക്കാരെയും വേണ്ട, ഇത് മാത്രം മതി. ഈ ഒരു അവസ്ഥയിലോട്ട് ഇപ്പം ഞാനിത് ഒരു ചെറിയ സമയത്ത് ഇത് പറയാൻ കാരണം, MGOCSM എന്ന് തിരുമേനി സൂചിപ്പിച്ച പോലെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഉത്തമമായ ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം ഈ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻസ്. വിദ്യാർത്ഥികളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓവറോൾ ബേസിക്കലി ഇറ്റ് ഈസ് എൻ ഓവറോൾ ഡെവലപ്മെൻറ്റ്. If your spiritual development is accurate, perfect, and if you are there, right at the place where you should be, that means your personality has been developed fully. There is no need for anything else to be done. Though പക്കും പൊടിയും ഒക്കെ ശരിയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് അത് നമ്മൾ 10 പേരോ 50 പേരോ 100 പേരോ, ഈ രാജ്യം 142 കോടി ആൾക്കാരുടെ രാജ്യമാണ്. ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഏകദേശം 4 കോടി ആൾക്കാരുണ്ട്. ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്. ഏകദേശം ഇതിൻ്റെ ഒരു 50-60% ആൾക്കാർ വെളിയിലുണ്ട്. യൂറോപ്പിലും മിഡിൽ ഈസ്റ്റും വെസ്റ്റ് ഏഷ്യയിലും അമേരിക്കൻ കോണ്ടിനെൻറ്റിലും ഒക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മുടെ ആൾക്കാർ പോകാത്ത രാജ്യങ്ങളില്ല. നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മാർഗ്ഗനിർദ്ദേശം ശരിയാണോ? ഞാൻ ഈ പറഞ്ഞതുപോലെ 10, 45, 50 വർഷം മുമ്പ് മുതൽ ഇവിടെ വരുവാനും ഈ ആത്മീയ ദർശനം കാണുവാനും തിരുമേനിയുടെ നാമത്തിൽ 2 വാക്ക് പറഞ്ഞിട്ട് നമ്മളത് മനസ്സിൽ കൊണ്ടാണ് പറയേണ്ടത്. നമ്മൾ വെറുതെ ഇവിടെ വന്നിട്ട് ഒരു കച്ചവട മനസ്ഥിതിയോടെ ഒരു ചെറിയ നേർച്ചയൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ നേർച്ച ഇട്ടു, എനിക്ക് ഇന്നത് സംഭവിക്കണോ, ഇന്നത് കിട്ടണം, പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അത് തിരുമേനി ചെയ്ത തെറ്റായിട്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ സ്പിരിച്വൽ ഡിപ്രഡേഷൻ്റെ കുറ്റമാണത്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് സ്പിരിച്വലി അപ് ടു ദി മാർക്ക്. വെൻ യു പ്രേ ടു എ സെയിൻറ്റ്, വെൻ യു പ്രേ ടു ദി ഗോഡ്, വെൻ യു പ്രേ ടു സംതിങ് ഇൻ വിച്ച് യു റിയലി ബിലീവ്, യു മസ്റ്റ് പ്രേ ഫ്രം യുവർ ഹാർട്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഉടുത്തെ പഞ്ചാബിൻ്റെ ബുദ്ധിമുട്ടേറിയ ചില സാമൂഹിക ഘടകങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിച്ചു. തകർന്ന സാമൂഹിക വ്യവസ്ഥയും തകർന്ന കുടുംബങ്ങളും തകർന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുള്ള ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. നമുക്ക് ചെയ്യാവുന്ന കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്തു കൊടുത്തിട്ടുമാണ് ഞാൻ വന്ന് അവിടുന്ന് തിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നന്നായി, വേറെ ആരും എങ്ങനെയും പോട്ടെന്നുള്ള ചിന്താഗതിയല്ല. സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള കഴിവ് വേണം, കരുത്ത് വേണം, ഇതിനെപ്പറ്റി മനസ്സിലാക്കണം. ഈ ഓപ്പിയോയിഡ് എന്താണ്, ഇത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, കാനബീസ് എന്താണ്, ഇന്നതിനുള്ള സാഹചര്യമല്ല. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിനെ പറ്റിയും ഇത് ഏതൊക്കെ റിസപ്റ്റേഴ്സിനെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതിനെപ്പറ്റിയൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റിയേനെ. സംസാരിച്ചിട്ട് ഇതിനെതിരായിട്ട് നമ്മൾ നടത്തേണ്ട വിപ്ലവം എന്താണ്. പരിശുദ്ധ പരിമല തിരുമേനിയെ പറ്റി പറയുമ്പോൾ ഈ ഡ്രഗിനെതിരെ, ഡ്രഗൊന്നും കേട്ടിട്ടില്ലാത്തൊരു സമയമാണ്. പക്ഷേ സമാജത്തിൽ സാമാജിക അസമ്മതങ്ങളുടെ ഒരു സമയമായിരുന്നു ഈ 48 മുതൽ 1902 54 ഇയേഴ്സ് തിരുമേനി ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു സമയമെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡായി ബ്രിട്ടീഷ് ക്രൗൺ 1857 ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് പവർ കയ്യിലെടുക്കുന്നു. ആംഗലേയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചു. അതിൽ മുളന്തുരുത്തി, കുന്നംകുളം, ഈവൻ നമ്മുടെ MGM തൊട്ടപ്പുറത്തെ MGM,
പിന്നെ തിരുമേനി ഇരിക്കുന്ന അവിടുത്തെ തുമ്പോണൊരു സ്കൂള്, ഇങ്ങനെ 5 സ്കൂളുകൾ 4 സ്ഥലങ്ങളിൽ, അതും ഇംഗ്ലീഷ് ആംഗലേയ വിദ്യാഭ്യാസം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സ്കൂളുകൾ ഉണ്ടാക്കിയെടുക്കാൻ തിരുമേനിക്ക് പറ്റി. അതിൽ കൂടെ അദ്ദേഹം ലക്ഷ്യം വെച്ചതെന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുന്നത് ഉന്നത ജാതിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു, അല്ലെങ്കിൽ സ്റ്റുഡൻസിനായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ വിദ്യാഭ്യാസത്തിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്കൂൾ ഉണ്ടാക്കി. ഞാൻ ഈ MD ഹോസ്റ്റലിനെ പറ്റി സംസാരിച്ച് തുടക്കത്തിൽ കോട്ടയത്തെ MD ഹോസ്റ്റലിൽ മിസ്റ്റർ KR നാരായണൻ, നമ്മുടെ നേരത്തെയുള്ള പ്രസിഡൻറ്റ്, 10th പ്രസിഡൻറ്റ് അവിടെ പഠിച്ചാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ താമസിച്ച് പഠിച്ചതാണ്. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും അവരെത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റിയതും വളരാൻ പറ്റിയതും അവരുടെ പൊട്ടൻഷ്യലിനെ ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റിയതും ഇതുകൊണ്ടൊക്കെയുള്ള സംരംഭങ്ങളാണ്. തിരുമേനി അന്നത്തെ സാമാജിക തത്വങ്ങൾക്കെതിരെ ഒരു വിപ്ലവം തന്നെ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ടാക്കാനും പിന്നെ ഇവിടെ വന്ന് ഈ പള്ളി ഒരു ചെറിയ രീതിയിൽ തുടങ്ങി ഇവിടുത്തെ സാമൂഹിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു. ഇവിടുത്തെ ആൾക്കാർ ധാരാളമായിട്ട് ഇഷ്ടപ്പെടാനും ഇവിടുത്തെ ചില പരിമിതികൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രസംഗത്തെ വളരെ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഡ്രഗ്സിനെ പറ്റി തിരുമേനി, ഞാൻ എൻ്റെ പ്രസംഗം വേറൊരു രീതിയിലാണ് കൊണ്ടുവരേണ്ടിയിരുന്നത്. ഡ്രഗ്സിനെ പറ്റി പറയാൻ തിരുമേനി ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ഡ്രഗ്സിനെ പറ്റി ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടതായിട്ട് വന്നു. ഇതിൽ നിന്ന് ഞാൻ ഓരോ വിദ്യാർത്ഥിയോടും ഓരോ വ്യക്തിയോടും ഇവിടെ ഇരിക്കുന്ന എൻ്റെ അഭ്യർത്ഥനയാണ്, ഇതിൽ നിന്ന് ദൂരെ നിൽക്കുക. നിങ്ങളുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അവൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തിയുണ്ടോ, ഏതെങ്കിലും വ്യത്യസ്തമായ പെരുമാറ്റം അവനിൽ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് നമ്മുടെ ഇവിടെ കടമയാണ്. നമ്മൾ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ വെളിയിലിറങ്ങിയിട്ട് സമൂഹത്തിൽ ഇതിനെപ്പറ്റിയുള്ള you have to go out and tell the complete society that you are here for this purpose. This is a menace. In fact, this menace is actually there. It is not that it is not there. When it comes in full. You may not even see that it is coming. It comes in full and the complete family is affected. അതാണ് ഇതിൻ്റെ ഈ ഒരു വിപത്തിൻ്റെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യം. ഞാൻ ഇതിനെതിരെ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് ഈ അവസരം ഇവിടെ ഈ പരിശുദ്ധമായ ഈ പാവന ഭൂമിയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ സ്മൃതി നിത്യം ഉറങ്ങുന്ന ഈ പാവന ഭൂമിയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം തന്ന സെറാഫിം തിരുമേനിയോട്, പിന്നെ ജനറൽ സെക്രട്ടറി വിവേക് അച്ഛനോട്, ബാക്കിയുള്ള ഈ ഇതിൻ്റെ ഭാരവാഹികൾ, MGOCSMൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇവർ ഓരോരുത്തരോടും ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗത്തിൽ ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.